ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ്, മെയിൻ റോഡ്, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9744335592. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം മാറ്റിക്കുറിച്ചുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് ഉജ്ജ്വല വിജയം. ഭരണവിരുദ്ധം ആഞ്ഞടിച്ച തെരഞ്ഞെടുപ്പിൽ 102 സീറ്റുകൾ നേടിയാണ് UDF അധികാരം പിടിച്ചെടുത്തത്. ഇതോടെ തുടർച്ചയായ 10 വർഷത്തെ ഇടതുഭരണത്തിന് അന്ത്യമായി. 2021 99 സീറ്റുകളുമായി ഭരണ തുടർച്ച നേടിയ LDF വെറും 35 സീറ്റുകളിലേക്ക് നിലംപൊത്തിയപ്പോൾ UDF തരംഗത്തിനിടയിലും 3 സീറ്റുകൾ നേടി BJP കരുത്തറിയിച്ചു. അരനൂറ്റാണ്ടോളമായി ഇടതുപക്ഷത്തിനൊപ്പം നിന്ന തളിപ്പറമ്പ്, പയ്യന്നൂർ, ഉദുമ, തൃക്കരിപ്പൂർ തുടങ്ങിയ ചെങ്കോട്ടകൾ തകർന്നു തരിപ്പണമായതാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇടുക്കി, കോട്ടയം, എറണാകുളം, മലപ്പുറം, വയനാട് ജില്ലകളിൽ LDF പൂർണ്ണമായും അപ്രത്യക്ഷമായി. കോഴിക്കോട് ജില്ലയിലെ 13-ൽ 12 സീറ്റുകളും UDF തൂത്തുവാരി. അരനൂറ്റാണ്ടിന് ശേഷം കാസർഗോഡും 20 വർഷത്തിനു ശേഷം കോഴിക്കോടും കോൺഗ്രസിന് വിജയക്കൊടി പാറിക്കാനായി. BJP വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ തൃക്കരിപ്പൂരിലും K. നീലകണ്ഠൻ ഉദുമയിലും അട്ടിമറി വിജയം നേടി. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള പ്രമുഖർ തെരഞ്ഞെടുപ്പിൽ ആടിയുലയുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. ധർമ്മടത്ത് ആദ്യത്തെ 6 റൗണ്ടുകളിലും മുഖ്യമന്ത്രി പിന്നിലായിരുന്നു. മന്ത്രിസഭയിലെ ഭൂരിഭാഗം പേരും പരാജയപ്പെട്ടു. V. ശിവൻകുട്ടി, P. രാജീവ്, MP രാജേഷ്, വീണ ജോർജ്, കടന്നപ്പള്ളി രാമചന്ദ്രൻ, VN വാസവൻ, R. ബിന്ദു, റോഷി അഗസ്റ്റിൻ, ചിഞ്ചു റാണി, AK ശശീന്ദ്രൻ, V. അബ്ദുറഹ്മാൻ, KB ഗണേഷ് കുമാർ എന്നിവർ തോറ്റമ്പിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ, NK ബാലഗോപാൽ, സജി ചെറിയാൻ, മുഹമ്മദ് റിയാസ്, P. പ്രസാദ്, GR അനിൽ, K. രാജൻ എന്നിവർക്ക് മാത്രമാണ് ജയിക്കാനായത്. കോൺഗ്രസ് 64 സീറ്റുകൾ നേടി സമീപകാലത്തെ മികച്ച പ്രകടനം നടത്തിയപ്പോൾ VD സതീശന്റെ സെഞ്ചുറി പ്രവചനം കേരളം നെഞ്ചേറ്റിയതായി ഫലങ്ങൾ സൂചിപ്പിക്കുന്നു. മുസ്ലിം ലീഗ് 22 സീറ്റുകൾ നേടി ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടം സ്വന്തമാക്കി. പേരാമ്പ്രയിൽ TP രാമകൃഷ്ണനെ പരാജയപ്പെടുത്തിയ ഫാത്തിമ തഹലിയയിലൂടെ ലീഗിന് ആദ്യമായി നിയമസഭയിൽ വനിതാ പ്രാതിനിധ്യമായി. BJP നിയമം തിരിച്ചുപിടിച്ച് രാജീവ് ചന്ദ്രശേഖറിന് പുറമെ ചരിത്രത്തിലാദ്യമായി ചാത്തന്നൂരിലും കഴക്കൂട്ടത്തും കാവിക്കൊടി പാറിച്ചു. CPMന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് അമ്പലപ്പുഴയിൽ G. സുധാകരനും, പയ്യന്നൂരിൽ V. കുഞ്ഞികൃഷ്ണനും, തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ മാസ്റ്ററും UDF സ്വതന്ത്രരായി ജയിച്ചു കയറി. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം 7 സീറ്റുകൾ നേടി മികച്ച പ്രകടനം നടത്തിയപ്പോൾ മാണി വിഭാഗം വട്ടപൂജ്യമായി. KK രമ വടകരയിലും മാണി C. കാപ്പൻ പാലായിലും സീറ്റ് നിലനിർത്തി. അതേസമയം CPM വിട്ട് കോൺഗ്രസിലെത്തിയ PK ശശിക്കും A. സുരേഷിനും പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. തൃക്കരിപ്പൂരിലെ സന്ദീപ് വാര്യരുടെ വിജയവും കോഴിക്കോട് ജില്ലയിലെ UDFന്റെ പടയോട്ടവും കോൺഗ്രസിന് ഇരട്ടി മധുരമായി. You are watching VCV News.